ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എനിക്ക് അത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ ദൈവജനങ്ങളെ, നിങ്ങളെല്ലാവരെയും ഇപ്പോൾ ആണ്ടുവട്ടത്തിലെ 10ാമത്തെ ഞായറാഴ്ചയിൽ നമ്മളെത്തിയിരിക്കുകയാണ്. ആണ്ടുവട്ടത്തിലെ 10ാമത്തെ ഞായറാഴ്ചയിൽ ജൂൺ 9, 2024. അപ്പോൾ ഈ സുദിനത്തിലെ എല്ലാ വിധത്തിലുള്ള ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഈ വചന ശുശ്രൂഷ വഴി നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആദ്യമായിട്ട് യേശുനാമത്തിൽ ആശംസിക്കുന്നു. നമുക്കിപ്പോൾ ഇന്ന് ഈ വചന ശുശ്രൂഷ മുന്നോട്ട് പോകുന്നതിന് മുമ്പായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസഹായം അപേക്ഷിക്കാം. ഇന്നലെ നമ്മൾ അതായത് വെള്ളിയാഴ്ച നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിച്ചു. ശനിയാഴ്ചയായ അന്ന് നമ്മൾ വെള്ളിയാഴ്ച ഈശോയുടെ തിരുഹൃദയ തിരുനാൾ, ശനിയാഴ്ച പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ, അങ്ങനെ നമ്മൾ ആഘോഷിച്ചു. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഓർഡിനറി ടൈമിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ആണ്ടുവട്ടത്തിലെ ഞായറാഴ്ചകളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഉയർപ്പിൻ്റെതായ സെലിബ്രേഷൻസ്, ഉയർപ്പ് കഴിഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട തിരുനാളുകളുടെയൊക്കെ ആഘോഷങ്ങളൊക്കെ നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് ആണ്ടുവട്ടത്തിലെ ഈശോയുടെ ആണ്ടുവട്ടം എന്ന് പറയുമ്പോൾ ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ എന്താണ് ഇന്നത്തെ ആണ്ടുവട്ടത്തിൽ ഇന്നത്തെ ഞായറാഴ്ച സഭാമാതാവ് നമുക്ക് തരുന്ന വിചിന്തനങ്ങൾ നമുക്ക് നോക്കാം. പതിക്കുമ്പാട് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥയായി അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, ദൈവത്തിൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. ആമേൻ. ഞാൻ മുൻകാലങ്ങളിലുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇങ്ങനെ തിരുത്തണതെന്നൊക്കെ. കാരണം നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയുന്നത് ഹോളി മേരി മദർ ഓഫ് ഗോഡ് എന്നാണ് വിളിക്കുന്നത്. ഹോളി മേരി മദർ ഓഫ് ഗോഡ്, പ്രേ ഫോർ എ സിന്നേഴ്സ്. എന്തുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ ദൈവത്തിൻ്റെ അമ്മയാണെന്ന് പറയാനായിട്ടൊരു മടി. തമ്പുരാൻ്റെ അമ്മയെന്നൊക്കെ പറയാം. തമ്പുരാൻ എന്നൊക്കെ പറയുമ്പോൾ അതൊരു ശരിക്കും ദൈവത്തിൻ്റെ സ്ഥാനം വരില്ല. അത് തമ്പുരാൻ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ മനുഷ്യർക്കും അങ്ങനത്തെ പേരിട്ടിട്ടുണ്ട്, ചില സ്ഥാനങ്ങളൊക്കെ വഹിച്ചിരുന്നവർക്ക്. അതുകൊണ്ടാണ് ഞാനപ്പോൾ അത് തിരുത്തപ്പെടേണ്ടതാണ്. സഭ ഒരിക്കലും തിരുത്തപ്പെടുത്തും. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ആണ്ടുവട്ടത്തിലെ 10ാമത്തെ ഞായറാഴ്ച സഭാമാതാവ് തരുന്ന ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8 മുതൽ 15 വരെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സങ്കീർത്തനം 130-ാമത്തെ സങ്കീർത്തനം, അതിൽ 7-ാമത്തെ വചനമാണ് നമ്മളിങ്ങനെ എന്താണ് പ്രതിവചനമായിട്ട് പറയുന്നത്. കർത്താവിൻ്റെ സ്നേഹം സ്ഥിരമാണ്, രക്ഷിക്കുന്ന സ്നേഹം അവിടുത്തെ പക്കൽ ധാരാളമുണ്ടെന്നുള്ളതാണ്. ഭയങ്കര ശക്തമാണ് അവിടുത്തെ രക്ഷിക്കുന്ന സ്നേഹം എന്നുള്ളതാണ് പറയുന്നത്. ഇന്നത്തെ വായനകളൊക്കെ ശരിക്കും ധ്യാനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വലിയൊരു പ്രത്യാശ അതാണ്. അതായത് ദൈവം നമ്മളെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ വീട്ടിൽ നിന്നൊക്കെ പറയില്ലേ, അതായത് അവൻ നമ്മളെ വിട്ടൊക്കെ പോയി, ഇനി പോയി എവിടെയെങ്കിലും പോയി ചാകട്ടെ എന്നൊക്കെ പറയുന്ന ചില വാക്കുകളൊക്കെ നമ്മൾ വീടുകളിലൊക്കെ കേട്ടിട്ടുണ്ട്. നന്ദിയില്ലാത്തോ സ്നേഹമില്ലാത്തോ എന്നൊക്കെ പറഞ്ഞ്. ദൈവത്തിന് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ദൈവത്തിന് അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടാണ് എനിക്കൊരു വചനം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഒരിക്കലും എനിക്ക് കിട്ടിയായിരുന്നു. അതായത് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, അതായത് ദൈവമേ നിനക്കെന്താണ് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് മാർക്കോസ് 2:17 കിട്ടിയത്. അപ്പോൾ അത് എനിക്ക് വളരെയധികം ശക്തി തന്നൊരു വചനമാണത്. അതായത് മാർക്കോസ് 2:17 പറയുന്നത് ഇതാണ്: ആരോഗ്യവാന്മാർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമെന്ന് പറയുന്നത്. ആരോഗ്യവാന്മാർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം.
നീതിമാന്മാരെ അല്ല, പാപികളെ അനുതാപത്തിലേക്ക് വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന്. അപ്പോൾ ആ ഒരു വചനം എനിക്കങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് എൻ്റെ മനസ്സിൽ തറച്ചു. അപ്പോൾ അതോടുകൂടി ഞാൻ പിന്നെ എൻ്റെ മുന്നോട്ടുള്ള കാൽവയ്പ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ ദൈവവചനത്തിന് നമ്മളെയൊക്കെ മാറ്റിമറിക്കാനുള്ള ഒരു കഴിവുണ്ട് കേട്ടോ. നമ്മൾ തളർന്നു പോകുമ്പോഴൊക്കെ നമ്മളെ കൈ പിടിച്ചുയർത്താനും. അതുകൊണ്ടാണ് എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 4:12 അങ്ങനെ പറയുന്നത്. അതായത് അത് സജീവമാണ്, ഊർജ്ജസ്വലമാണെന്ന് പറയണം. ദൈവവചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളതാണെന്ന് പറയണം. എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ തളർന്നു പോണത് എപ്പോഴാണ്? ചെകുത്താൻ്റെ പിടിയിലാകുമ്പോഴാണ്. പച്ചയായിട്ട് പറയുന്നതിൽ വലിയ നാണമൊന്നും വിചാരിക്കണ്ട. ശരിക്കും നമ്മുടെ ഈ രക്ഷയെന്ന് പറഞ്ഞാൽ എന്താ സംഭവം? രക്ഷയെന്ന് പറയുന്നത് നമ്മൾ ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളാണ്. നമ്മൾ ഇത് വായിക്കുമ്പോൾ നമ്മൾ അങ്ങനെയല്ലാണ്. രാജകന്യകയെ പഴയ ആൾക്കാരൊക്കെ പറഞ്ഞ രാജകന്യയാണ്. അതായത് പരിശുദ്ധ രാജ്ഞി എന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോൾ അതിൽ പറയുന്നൊരു വാക്കാണ് ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കൾ എന്നു പറഞ്ഞാണ് അതിൽ സംബോധനയാണ്. ആരാണ് ആ പ്രാർത്ഥന ഉണ്ടാക്കിയെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഒരു വിശുദ്ധനായിരിക്കും. വിശുദ്ധന് കിട്ടിയ ഉൾക്കാഴ്ചയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും. എന്തായാലും നമ്മളവിടെ കാണേണ്ട ഒരു സംഭവം അതാണ്. നമ്മൾ പുറന്തള്ളപ്പെട്ട മക്കളാണ്. എവിടെ നിന്ന് പുറന്തള്ളപ്പെട്ടു? സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. എന്നിട്ട് നമ്മളെവിടെയാണ്? നമ്മളിപ്പോൾ ഭൂമിയിലാണ്. നമ്മൾ ഭൂമിയിൽ നിന്ന് നമ്മളെവിടെ നിന്ന് ഇനി വീണ്ടും നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ പോകാൻ പറ്റുമോ? പറ്റിക്കും. ഇവിടെ ആരൊക്കെ നിന്ന് കളിച്ചാലും അതിനെയൊക്കെ തകർക്കാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രതിവചനം അങ്ങനെയല്ല പറഞ്ഞത്. രക്ഷിക്കുന്ന ശക്തി അതിശക്തമാണെന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ. 130 സങ്കീർത്തനം 7-ാമത്തെ വാക്യത്തിൽ പറയേണ്ടതാണ്. അപ്പം ഇന്നത്തെ വചനങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ശരിക്കും അത് മനസ്സിലാവും. അതായത് ഒന്നാമത്തെ വായന, ഞാനിപ്പോൾ സങ്കീർത്തനം പറഞ്ഞില്ല, ഇനി രണ്ടാമത്തെ വായന ഏതാണ്? രണ്ടാമത്തെ വായന കൊരിന്ത്യക്കാർക്ക് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിലെ 4 മുതൽ 13 മുതലുള്ള വാക്യങ്ങളാണ്. പിന്നെ 5-ാം അധ്യായം 1 വരെ എന്നാണ് പറയുന്നത് അവിടെ. പിന്നെ സുവിശേഷത്തിൻ്റെ പ്രഘോഷണമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗോസ്പൽ അക്ലമേഷൻ എന്ന് പറയില്ലേ, അത് യോഹന്നാൻ 12-ാം അധ്യായം 31-32. ഈ ലോകത്തിൻ്റെ ദേവൻ പുറന്തള്ളപ്പെടും. കണ്ടോ, അങ്ങനെയാണ് അവിടെ പറയുന്നത്. ഈ ലോകത്തിൻ്റെ ദേവൻ പുറന്തള്ളപ്പെടും. ഇപ്പം തന്നെ ഞാൻ ഉയർത്തപ്പെടുമ്പോൾ, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ, ഞാൻ എല്ലാ മക്കളെയും എന്നിലേക്ക് ഞാൻ വലിച്ചടിപ്പിക്കുന്നതാണ്. ഡ്രോ എന്ന് പറഞ്ഞാൽ വലിച്ചടിപ്പിക്കാമെന്നല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഹല്ലേലൂയ വചനമായിട്ട് നമ്മളിവിടെ പറയുന്നത്. അതായത് കർത്താവിൻ്റെ മരണം വഴി സാത്താൻ്റെ തല തകർക്കും. അതാണല്ലോ നമ്മൾ ഈ ഉൽപ്പത്തി 3-ാമത്തെ അധ്യായത്തിൽ ദൈവം പറഞ്ഞു വെക്കണേ. അവിടെ ഇന്ന് വായിക്കുന്ന വചനത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. നീതി ചെയ്തുകൊണ്ട് ഞാൻ നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അപ്പം ശരിക്കും അവളുടെ സന്തതി എന്ന് പറയുമ്പോൾ ആ സന്തതിയിൽ നിന്നാണ് ഈശോ എന്നെന്ന് ഓർക്കണം. ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്നാണ് ഈശോ വരുന്നത്. അപ്പോൾ അവളുടെ സന്തതി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അതായത് ചെകുത്താൻ്റെ സന്തതിയുണ്ട്, ദൈവത്തിൻ്റെ സന്തതിയുണ്ട് ഇവിടെ. ആ ദൈവത്തിൻ്റെ സന്തതിയുടെ കൂട്ടത്തിൽ നിന്നാണ് ആ ദൈവം, അങ്ങനെയാണ് പരിശുദ്ധ അമ്മയിലൂടെ ഈശോ ജനിക്കണതുമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ സുവിശേഷമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് മാർക്കോസ് സുവിശേഷകൻ 3-ാമത്തെ അധ്യായം 20 മുതൽ 35 വരെയാണ്. വളരെ പ്രധാനപ്പെട്ടൊരു സുവിശേഷ ഭാഗമാണത്. അപ്പോൾ നമുക്ക് ആദ്യം 1-ാമത്തെ വായന തന്നെ കുറച്ച് ധ്യാനിക്കാം. അപ്പോൾ 1-ാമത്തെ വായനയിൽ നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. അതായത് പശ്ചാത്തലം നമുക്കറിയാമല്ലോ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവനോടൊരു കൽപ്പന കൊടുത്തിട്ടുണ്ടായി അവന്. അതായത് നീ ഈ ഉൽപ്പത്തി 2-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിലെ സംഭവമാണ് പറയുന്നത്. അപ്പം നീ എല്ലാ വൃക്ഷത്തിൻ്റെയും കഴിച്ചോ, പക്ഷേ ഈ വൃക്ഷത്തിൻ്റെ കഴിക്കരുത്, നന്മ തിന്മ തിരിച്ചറിയുന്ന വൃക്ഷത്തിൻ്റെ ഫലം നീ കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സുവിശേഷം ആദം ഹവ്വായിനോട് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണല്ലോ അവൾക്ക് അറിയാവുന്നത്.
പക്ഷെ അവളുടെ അടുത്ത് പിശാച് വന്നു. അതാണ് 3-ാമത്തെ അധ്യായത്തിലെ പ്രമേയം. മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ്. അതായത് ആദമില്ലാത്ത സമയത്താണ് അവിടെ വന്നത്. അപ്പോൾ ഹവ്വ ഇങ്ങനെ സംസാരിക്കുന്നു, പിശാചിനോട് സംസാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചിരുന്നാണ് ചില അതിഥികളൊക്കെ വരുമ്പോൾ അവരോടൊക്കെ സംസാരിക്കേണ്ടത്. അല്ലാണ്ട് ഭർത്താവില്ലാത്ത സമയത്ത്, ഭാര്യ ഇല്ലാത്ത സമയത്തൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അത് വല്ല അപകടത്തിലോട്ടൊക്കെ ചാടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബത്തിലൊക്കെ പലപ്പോഴൊക്കെ അപകടങ്ങൾ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആളില്ല. സാറ് നമ്മുടെ വീട്ടിലൊക്കെ പറഞ്ഞത് ഇവിടെ ആളില്ല. ചിലപ്പോൾ ഭാര്യ ആയിരിക്കും പറയണത് ഇവിടെ ആളില്ല, വേറൊരു സംഭവം എന്നൊക്കെ പറയും. ചിലർ സംസാരിക്കാനൊക്കെ പറയും, ചില കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ വരുമ്പോൾ ഇവൻ വലിയ കാര്യം അവതരിപ്പിക്കാൻ വന്നാൽ ചെറുത്താൻ. അതാണ് ഇവിടെ കാണുന്നത് 3-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ അങ്ങനെ അവതരിപ്പിക്കാൻ വന്ന് അവൻ അവതരിപ്പിച്ച് സംഗതി ആകെ പ്രശ്നമാക്കി. അവൻ പറഞ്ഞതിലൊക്കെ ഹവ്വ വീണു. അതാണ് പാപം, ആദ്യ പാപം എന്ന് പറയുന്ന സംഭവം. പക്ഷേ 8-ാമത്തെ അധ്യായത്തിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ദൈവം അവരുടെ അടുക്കിലേക്ക് വരുന്ന സംഭവമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം ഇതാണ്. നമ്മൾ ലോകത്തിലാണ് ജീവിക്കുന്നത്. സാത്താൻ്റെ കുടിലതന്ത്രങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പലരിലൂടെ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെയൊക്കെ ജാഗ്രതയോടുകൂടി കാണാനായിട്ട് നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് ഈശോ ഉയർത്തെഴുന്നേറ്റ് ഏറ്റവും കൂടുതലായിട്ട് ഊന്നി പറയുന്നൊരു കാര്യം അതാണ്. നിങ്ങൾ ഇവിടുന്ന് പോകരുത്, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ട് പോയാൽ മതി. പരിശുദ്ധാത്മാവിനെ അത് ഭയങ്കര തമാശയായിട്ടൊന്നും എടുക്കരുത്, ഭയങ്കര ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് അപ്പോസ്തലന്മാർ അങ്ങോട്ട് ആ കാര്യം ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലും അപ്പോസ്തലന്മാർ വെച്ച് വിളമ്പുന്ന കുർബാനയും സ്വീകരിച്ചാലേ അത് ആ പരിശുദ്ധാത്മാവ് വളരുള്ളൂ. പരിശുദ്ധാത്മാവിനെ ഓരോ ദിനവും വളർത്തിക്കൊള്ളണം. അതുകൊണ്ട് ഒരു വല്ലപ്പോഴൊക്കെ ഒന്ന് പോയി കുമ്പസാരിക്കുക, വല്ലപ്പോഴും ഒന്ന് പോയി കുർബാന സ്വീകരിക്കുക എന്നൊക്കെയുള്ളതല്ല. ഇപ്പം അതെല്ലാവരും കുർബാന സ്വീകരിക്കുന്നു. പക്ഷേ അത് എങ്ങനെയാണ് കുർബാന സ്വീകരിക്കണമെന്നുള്ളത് നമ്മളൊന്ന് ആത്മപരിശോധന ചെയ്യണം. ശരിക്കും നല്ല ഹൃദയത്തിലല്ലെങ്കിൽ ശരിക്കും അത് പരിശുദ്ധാത്മാവ് ശക്തി പ്രാപിക്കില്ല. അമ്മയിൽ പരിശുദ്ധാത്മാവ് വീക്കായി കഴിഞ്ഞാൽ പിന്നെ ശരിക്കും നമുക്ക് ചെറുത്താനും ഓടിക്കാൻ പറ്റില്ല. ദുഷ്ടാത്മാവിനെ ശരിക്കും ഓടിക്കണമെങ്കിൽ നമ്മുടെ കഴിവുകൊണ്ടൊന്നും പറ്റില്ല. അതുകൊണ്ടല്ലേ ചില പിശാച് ബാധിതരൊക്കെ 5-8 പേര് പിടിച്ചാലൊന്നും കിട്ടൂലെന്ന് പറയണത് കേട്ടിട്ടില്ലേ? എന്നുവെച്ചാൽ അത്രയ്ക്കും മനുഷ്യശക്തി പറ്റില്ല. അവിടെ പ്രവർത്തിക്കേണ്ട ശക്തി ദൈവശക്തിയാണ്. അപ്പം ഇന്ന് ദൈവം അതാണ്, പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം ഓടി വരികയാണ്. ദൈവം എപ്പോഴും തൻ്റെ മക്കൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും തള്ളിപ്പറയാത്തവനാണ്. നമ്മളിപ്പോൾ പത്രോസ്ലിയെ നോക്ക്. പത്രോസ്ലിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പത്രോസ്ലിയ ശരിക്കും ഈശോയെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ തള്ളിപ്പറഞ്ഞെങ്കിൽ ഈശോ ഒരു നോട്ടമൊക്കെ നോക്കി പത്രോസ്ലിയൻ അപ്പം തന്നെ മാനസാന്തരത്തിലേക്കും രക്ഷയിലേക്കും കൊണ്ടുവരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈശോ നമ്മുടെ ഈ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ പത്രോസ്ലിയായിട്ട് സംസാരിക്കുന്നത്. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ്ലിഹായിട്ട് 3 പ്രാവശ്യം പറയുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ യോനായുടെ പുത്രനായ ശിമോനെ. അത് ആ തിബേരിയോസ് കടൽ തീരത്ത് വെച്ചാണ് സംഭവം നടക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ദൈവം എപ്പോഴും എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് മനുഷ്യരുടെ സ്വഭാവം എന്താ, ഒന്ന് കട്ടു അല്ലെങ്കിൽ എന്തോ ഒരു പശക് വന്നു ഉടനെ അവനെ തള്ളിക്കളയുക. ആ ഒരു ലോകാരൂപി ഇവിടെ ഓരോരുത്തരിലും ഉണ്ട്. ക്രിസ്ത്യാനികളുടെ വീട്ടിലുണ്ട്. അതുകൊണ്ടാണല്ലോ ക്രിസ്ത്യാനികളുടെ വീട്ടിൽ ഈ ലോകാരൂപിനെ കൂടുതൽ വളർത്തുന്നുണ്ട്. ഈ ലോകാരൂപി കൂടുതൽ വളരുമ്പോഴാണ് ശരിക്കും ആ കുടുംബത്തിൽ അന്തഃഛിദ്രം വരുന്നത്. ഇന്നിപ്പോൾ ഈശോയും സുവിശേഷത്തിലെ അന്തഃഛിദ്രത്തെ പറ്റിയാണ് പറയുന്നത്. കുടുംബത്തിലെ അന്തഃഛിദ്രമാണ് നശിക്കുമെന്ന് പറയുന്നത്. അപ്പം ഇപ്പം നമ്മൾ ക്രിസ്തീയ കുടുംബത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഡൈവോഴ്സ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ വിശ്വാസത്തിലില്ലാത്ത മക്കളെ കാണിക്കണതൊക്കെ കണ്ടിട്ട് അത് വീട്ടിൽ കൊണ്ടുവന്ന് അതുപോലെ ആകാനുള്ള ഒരു തരം ശ്രദ്ധയാണ്. അപ്പം നമ്മൾ വിളിക്കപ്പെട്ട മക്കളും വിളിക്കപ്പെടാത്ത മക്കളും തമ്മിലൊരു വ്യത്യാസമുണ്ട്. പക്ഷേ വിളിക്കപ്പെടാത്ത മക്കളെ വെറുക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. വിളിക്കപ്പെടാത്ത മക്കളുടെ അവരുടെ ജീവിതശൈലി ഒരു ലോകാരൂപിയാൽ നിയന്ത്രിക്കപ്പെട്ട ശൈലിയാണെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഈ ലോകാരൂപിയാണ് ശരിക്കും ശരീരത്തിൻ്റെ സുഖം അല്ലെങ്കിൽ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ സുഖങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവർ.
പക്ഷേ ദൈവാരൂപി കിട്ടിയവർ, ഈശോയുടെ വിളി കേട്ടവർ, ഈശോയുടെ സ്വരം തിരിച്ചറിഞ്ഞ് ഈശോയുടെ പിന്നാലെ പോകുന്ന അപ്പോസ്തലന്മാർ, അതാണ് ഇപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണാൻ സാധിക്കും. അവിടെ ഈശോ ശരിക്കും പറഞ്ഞാൽ ഈശോ സിനഗോഗിൽ ഒരു കരം ശുഷ്കിച്ച മനുഷ്യനെ വെച്ചിട്ട് പറയുകയാണ്, സാബത്ത് ദിവസം നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ഏതാണ് ശരി, ഏതാണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ഈശോ പറയണ കരം ശുഷ്കിച്ച മനുഷ്യനോട് നീ സുഖം പ്രാപിക്കാമെന്ന് പറയണം. അപ്പോൾ അവൻ സുഖം പ്രാപിച്ചു. അപ്പം ലോകാരൂപി ആ സിനഗോഗിലെ ആളുകളിലൊക്കെ കയറിയിട്ടുണ്ട്. ചിലവർ ചെന്ന് പ്ലാൻ ചെയ്തെന്നാണ്, ഈ ഹെറോദേസിൻ്റെ പക്ഷക്കാരിങ്ങനെ ലോകാരൂപി നിറഞ്ഞ ആളാണ്, അവനെ കൂടി ചെന്ന് കൂട്ടുപിടിച്ചേക്കുന്നു. എന്നാൽ ശരിക്കും പശ്ചാത്തപിച്ചിട്ട് ദൈവത്തിനല്ലേ ഒരാളെ ഇങ്ങനെ സുഖപ്പെടുത്താനൊക്കെ സാധിക്കും. കാരണം ലോകാരൂപിയുടെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഹന്നാൻ 10:10 പഠിപ്പിക്കുന്നവരാണ്. കള്ളം വരുന്നത്, ഈശോ പച്ചയായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്, കള്ളം വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും സമർത്ഥമായിട്ടുണ്ടാകാനും. അപ്പോൾ ഈശോയുടെ വിളി കേൾക്കാനും ഈശോയുടെ സ്വരം കേൾക്കാനും ഈശോയുടെ പിന്നാലെ പോകാനും, അങ്ങനെയാണ് അവിടെ ആ ജനങ്ങളുടെ ഇടയിൽ ഒരു തരംതിരിവുണ്ടാകുന്നത്. കുറേ പേര് ലോകാരൂപിയുടെ പുറകെ നടക്കുന്നവർ, കുറേ പേര് ഈശോയുടെ സ്വരം കേട്ടിങ്ങനെ ദൈവാരൂപിയാണെന്നറിയാൻ വേണ്ടി നടക്കുന്നവർ, അങ്ങനെയാണ്. അപ്പം അങ്ങനെ ആ 3-ാം അധ്യായം മാർക്കോസ് സുവിശേഷൻ്റെ 3-ാം അധ്യായം നമ്മൾ ശരിക്കും പഠിക്കേണ്ടതാണ്. അവിടെ വന്നിട്ട് ശരിക്കും ഈശോയുടെ വീട്ടിലോട്ടൊക്കെ വരുമ്പോൾ ആളുകൾ ഇതൊക്കെ കണ്ടിട്ട് ഈശോയുടെ അടുത്തൊന്നും മുട്ടിയാൽ മതി അപ്പം തന്നെ സുഖം പ്രാപിക്കുമെന്നൊക്കെ ഉള്ള അത്രയ്ക്ക് വിശ്വാസമായി ജനങ്ങൾ 4 പ്രദേശത്ത് നിന്ന് ഓടി വന്ന് കൂടിയിരിക്കുകയാണ്. എന്നിട്ട് ചിലവർ വീട്ടുകാരോടൊക്കെ പറഞ്ഞിരിക്കണേ അവന് വട്ടായിപ്പോയി, അവൻ സമനില തെറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ദുരാരോപണങ്ങളൊക്കെ ഇറക്കിയാണ്. എന്നിട്ട് ആ സമയത്ത് ഈ നമ്മുടെ യഹൂദരൊക്കെ വന്നിട്ട് നിയമജ്ഞർ ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഈശോയെ ചോദ്യം ചെയ്യുന്ന സംഭവമാണ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്. അപ്പോൾ അവിടെ ഈശോ പറയുന്നുണ്ട്, എന്താണ് അവർ പറയണത് എന്താണ്, അവൻ പിശാചിബാധിതനാണ്, ഈശോ പിശാചിബാധിതനാണെന്നാണ് അവർ ആദ്യം പറയുന്നത്. ആ പിശാചിൻ്റെ നേതാവിനെ കൊണ്ടാണ് ഈ പിശാചുക്കളെ ഒഴിപ്പിക്കണമെന്നൊക്കെ പറയുന്നത്. അത് തന്നെ തെറ്റാണെന്ന് ഈശോ അവിടെ വ്യക്തമാക്കി കൊടുക്കുന്നത്. കാരണം ഒരു കുടുംബത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിച്ചാൽ അതാണ് അന്തഛിദ്രം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. പരസ്പരം വെട്ടിക്കുത്തി ചാകുമെന്നല്ലാതെ അവർക്ക് പിന്നെ ആയുസ്സുണ്ടാകത്തില്ല. ഈശോ പറയുന്നുണ്ട്, ഒരു വീട്ടിൽ നമ്മൾ ഒരു കള്ളൻ കയറി അല്ലെങ്കിൽ ഒരാളെ നമുക്ക് രക്ഷപ്പെടുത്തണമെങ്കിൽ അവരെ കീഴടക്കുന്നവരെ ബന്ധിച്ച് പുറത്താക്കിയിട്ട് മാത്രമേ, എന്ന് വെച്ചാൽ ഈശോ പിശാചിനെ ബന്ധിച്ച് ബഹിഷ്കരിക്കണമെന്നുള്ള അതാണ് നമ്മുടെ ഡൊമിനിക് അച്ഛൻ എപ്പോഴും പറയുന്നത്. ഒരു വ്യക്തിയിൽ പ്രവേശിച്ചിരിക്കുന്ന പിശാചിനെ ബന്ധിക്കുക. അതാണല്ലോ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ ആ 3-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഈശോ പ്രത്യേകം തൻ്റെ അപ്പോസ്തലന്മാരെ വിളിക്കണം, തിരഞ്ഞെടുക്കണം, അവർക്ക് അധികാരം കൊടുക്കണമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ അധികാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു അധികാരം ഇതാണ്, പിശാചുക്കളെ ബഹിഷ്കരിക്കുക. അത് ദൈവം കൊടുക്കുന്ന ഒരു അധികാരമാണത്. അത് നമുക്ക് എല്ലാവർക്കും തരും ദൈവം. പരിശുദ്ധാത്മാവിലൂടെയാണ് അത് പ്രവർത്തിക്കുന്നത്. ദൈവാത്മാവിനാലാണ്. അതായത് മത്തായി അപ്പോസ്തലന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിലൊക്കെ അങ്ങനെ പ്രത്യേകം പറയുന്നുണ്ട്, ദൈവാത്മാവിനാലാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നെങ്കിൽ ദൈവരാജ്യം ഇവിടെ വന്നു കഴിഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ആദ്യത്തെ ഇതിൽ നോക്കണം, അതായത് ദൈവം ഒരു പാപിയോട് എങ്ങനെയാണ് പെരുമാറുന്നത്. അപ്പോൾ അതിന് പ്രത്യേകമായിട്ട് ഇവിടെ ഈ ആദം ഹവ്വായും പാപം ചെയ്തു. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ പാപം ചെയ്യുമ്പോഴും നമ്മുടെ മനസാക്ഷി നമ്മളെപ്പോഴും ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളൊക്കെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നത്. എല്ലാവരും ദൈവമക്കളാണ്. ആ ജാതി ഈ ജാതി എന്നൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇവിടെ പലരും ഓരോ ഗ്രൂപ്പിനും ഉണ്ടാക്കിയതൊന്നുമല്ല. എല്ലാം ഒരേ ഒരു ദൈവം സൃഷ്ടിച്ചതാണെന്നുള്ള സത്യം പലരും മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് സുവിശേഷം ലോകം മുഴുവനും പോയി പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. ഇവിടുത്തെ നമ്മുടെ
എന്താണ് തോമസ് തറയിൽ പിതാവ് പറഞ്ഞതുപോലെ, അതായത് എന്താണ്, ഈ ശരിക്കും സുവിശേഷം പ്രഘോഷിക്കണില്ല ഇവിടെ. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. സുവിശേഷത്തിൻ്റെ ആ ശക്തി എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിലാണ് ദൈവാത്മാവും ദൈവിക ജീവനുള്ളത്. യോഹന്നാൻ 6:63 പറയണത്. ആ ദൈവാത്മാവും ദൈവിക ജീവനൻ്റെയും കുറവ് കൊണ്ടാണ് നമ്മളിൽ ഈ പിശാചിൻ്റെ രൂപി അല്ലെങ്കിൽ ലോകാരൂപി അല്ലെങ്കിൽ ദുഷ്ടാരൂപി നമ്മളെ സ്വാധീനിക്കുന്നത്. അങ്ങനെയുള്ള ഹവ്വ വീണില്ലേ, അതുപോലെ തന്നെ ഈ ലോകത്തിലെ ചില ടീച്ചിങ്സൊക്കെ ഇങ്ങനെ നമ്മളങ്ങോട്ട് വെട്ടി വിഴുങ്ങുമ്പോഴാണ് ഇതെന്താ വെട്ടി വിഴുങ്ങാൻ ഇടവരുന്നത്. നമ്മൾ ശരിക്കും ഒരു നിമിഷം നമ്മൾ ദൈവത്തെ വിശ്വസിക്കാത്തൊരവസ്ഥയിലോട്ട് പോകുന്നു. ദൈവം പറയുന്നത് സത്യമല്ല എന്നുള്ളൊരു ചിന്തയിലോട്ട് പോകുന്നു. അതാണ് ഹവ്വായിക്ക് പറ്റിയത്. അതനുസരിച്ച് മേടിച്ചു തന്നിട്ട് പിന്നെ ഭാര്യയെ സന്തോഷിപ്പിക്കേണ്ട, അതിനുവേണ്ടി ഭർത്താവും മേടിച്ച് കഴിച്ചു. അതാണ് ആദവും ഹവ്വായും പാപം ചെയ്തെന്ന് പറയുന്നത്. പക്ഷേങ്കിലും ഏറ്റവും ആദ്യം ഈശോ ദൈവം വന്ന് ചോദിക്കുന്നത് ആദത്തോടാണ്. അപ്പം ശരിക്കും ആ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവസ്ഥകൾ ഈ ഒന്നാമത്തെ ജനസിസ് 3-ാമത്തെ അധ്യായത്തിൽ 8 മുതലുള്ള വാക്യത്തിൽ ശരിക്കും ദൈവത്തിൻ്റെ കാലൊച്ച കേട്ടു എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ മനസാക്ഷി കുത്തെന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതുപോലെ നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തത്, കാരണം നമ്മൾ സൃഷ്ടിക്കപ്പെട്ട ദൈവമാണ്. ആ ദൈവത്തിൻ്റെ ചൈതന്യത്തെ നമ്മളെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ചൈതന്യം നമ്മളെ ഓർമ്മപ്പെടുത്തും. മാത്രമല്ല നമ്മൾ ദൈവാത്മാവിൻ്റെ ഒരു ആലയമാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. നീ ദൈവത്തിൻ്റെ ആലയമാണ്, നീ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്, അങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം യോഹന്നാൻ 14:26 പഠിപ്പിക്കുന്നത് പോലെ, അതായത് പരിശുദ്ധാത്മാവ് ഒരു സഹായകനാണ്. നമ്മളെപ്പോഴും സഹായിക്കും. എന്തിനു വേണ്ടി സഹായിക്കണേ? നമ്മളെ രക്ഷിക്കാൻ വേണ്ടി സഹായിക്കും. പിശാചിൻ്റെ അടിമത്തത്തിൽ പെടാതെ രക്ഷിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മളെ ഓർമ്മിപ്പിക്കും, നമ്മളെ പഠിപ്പിക്കും എന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അതാണ്. അപ്പോൾ നമ്മളതുകൊണ്ട് ഈശോയോട് എപ്പോഴും ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: ഈശോയെ, നിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. എന്നിട്ട് പിന്നെ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ പറയണം: പരിശുദ്ധാത്മാവേ, നിന്നെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. നിൻ്റെ ആ സഹായം എനിക്ക് എപ്പോഴും ഉണ്ടാണ്. ഇന്നത്തെ എല്ലാ സംസാരത്തിലും, ഇന്നത്തെ എല്ലാ പ്രവർത്തനത്തിലും നിൻ്റെ സഹായം ഉണ്ടാണ് പരിശുദ്ധാത്മാവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോഴാണ് ഈ ആത്മാവ് ശരിക്കും നമ്മളിൽ സജീവമാവുകയും നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റാത്തതിൻ്റെ പ്രധാന കാരണം പരിശുദ്ധാത്മാവില്ലാത്തതാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ മന്ദീഭവിച്ചു കളയും. അപ്പോൾ ചെറുത്താൻ്റെ പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ നമ്മളെ പരിശുദ്ധാത്മാവിനെ നശിപ്പിക്കുക. അതെന്ത് ചെയ്യണം? നമ്മൾ പാപം ചെയ്യണം. പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെക്കൊണ്ട് ദൈവം പറഞ്ഞതൊക്കെ അനുസരിക്കാൻ, ദൈവം പറഞ്ഞ വചനങ്ങളൊന്നും വിശ്വസിക്കാതെ അനുസരിക്കാതിരിക്കാനായിട്ടുള്ള ചില തന്ത്രങ്ങൾ അവൻ മെനഞ്ഞ് നമ്മളെ പറ്റിക്കും. അതാണ് അവൻ്റെ പണി. അപ്പം നമ്മളെ വീക്കാക്കി, അതായത് ഒരു വാക്കുണ്ടല്ലോ നമ്മൾ മലയാളത്തിൽ കേട്ടിട്ടുണ്ട്, വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയും. നമ്മളെ വൃത്തികെട്ടവനാക്കുക, എന്നിട്ട് അവൻ്റെ പക്ഷത്തിൽ ഇറക്കുക, അവൻ്റെ ആ നരകാഗ്നിയിലേക്ക് നമ്മളെ തള്ളാനായിട്ട് പറ്റിയ വിധത്തിലാക്കി എടുക്കുക. അതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വലിയൊരു ടീച്ചിങ്ങാണ് ഇന്നത്തെ സുവിശേഷം. അപ്പോൾ അതിൽ പെട്ടുപോകാതിരിക്കാനായിട്ട് ദൈവം, നമ്മളിപ്പോൾ പത്രോസ്ലിയ നോക്ക്, പത്രോസ്ലിയ അങ്ങനെ പെട്ടുപോയിട്ടും പത്രോസ്ലിനെ പൊക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പൗലോസ്ലിയ അതുപോലെ തന്നെ ഒരു കെണിയിൽപ്പെട്ടായിരുന്നു. പക്ഷേ പൗലോസ്ലിക്ക് ആ വെള്ളി വെളിച്ചങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ, അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം നമ്മൾ കാണുമ്പോൾ അറിയാൻ പറ്റും. അതിൽ വെള്ളി വെളിച്ചം കിട്ടി, അവനെ ചുറ്റും വലയം ചെയ്തു. അങ്ങനെ വെള്ളി വെളിച്ചം. അപ്പോൾ അവനെ തിരിച്ചറിഞ്ഞ് ഞാൻ ചെയ്യുന്നത് എന്താണ്. അവൻ അനുതപിച്ചപ്പോൾ തന്നെ. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് വലിയ അനുതാപമാണ്. നമ്മൾ പലതിലൊക്കെ വീണ് പോയിട്ടുള്ള മക്കളായിരിക്കാം. നമുക്ക് അനുതപിക്കാം. അനുതപിച്ചു കഴിഞ്ഞാൽ ദൈവം വാരിയെടുക്കും, നമ്മളെ കോരിയെടുക്കും. അനുതപിക്കാത്ത ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തിനെയും പുച്ഛിച്ചും തള്ളിയും ദൈവവചനമൊന്നും പാലിക്കാതെയും താന്തോന്നികളായിട്ട് ജീവിക്കുന്ന ഒരു ലോകത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്നവർക്കണം നമ്മുടെ വിളി. അതാണ് പത്രോസ് നമ്മുടെ ഇന്ന് 2-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, യേശു നമ്മളെ വിളിച്ചിരിക്കുന്നു, നമ്മളെ സ്വന്തമാക്കിയിരിക്കുന്നു, നമുക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു, നമുക്ക് വേണ്ടി ഉയർത്തിരിക്കുന്നു. ആ ഉയർപ്പിൽ നമ്മൾ പങ്കാളികളാകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് പൗലോസ് അപ്പോസ്തലന് മനസ്സിലായ കാര്യം. അതുകൊണ്ട് ഈ ഞങ്ങളുടെ ശരീരമൊക്കെ ഇവിടെ കിടന്ന് ഒത്തിരി തേയ്മാനം സംഭവിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങളുടെ പ്രത്യാശ ഈശോയിലുള്ള ഉയർപ്പിൻ്റെ ജീവിതമാണ്. നമുക്കാർക്കും മരണമില്ല.
നമ്മൾ സാധാരണ ഒരു മരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ജീവിതമുണ്ട് നമുക്ക്. ഈശോ നമുക്കത് കാണിച്ചു തന്നിട്ടുണ്ട്. ആ വഴിയാണ് നമ്മുടെ വഴി, അല്ലാണ്ട് വേറെ ആര് പറഞ്ഞ വഴിയൊരു വഴിയല്ല. ഇത് വിശ്വസിക്കാൻ മനസ്സുള്ളവരൊക്കെ തുറന്ന് ഇതിലോട്ട് വരട്ടെ. ഇല്ലെങ്കിൽ അവരുടെ കുടുങ്ങിക്കിടക്കുന്ന കുടുക്കിൽ പെട്ട് അവർ പോകാനിട വരല്ലേ എന്നാണ് പ്രാർത്ഥന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ.